ചെയ്യേണ്ട കൈഫിയത്ത് രൂപം എങ്ങനെയാണ്, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് റുഖിയ ചെയ്യേണ്ടത്, ആത്മീയ ചികിത്സ എങ്ങനെയാണ് നടത്തേണ്ടത്, അതിന്റെ കൈഫിയത്ത് എങ്ങനെ, അതിന്റെ രൂപം എങ്ങനെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമുക്കത് പഠിപ്പിച്ചു തന്നത്. സഹോദരങ്ങളെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്ത രൂപം ഹദീസുകളിലുണ്ട്. സ്വഹാബാക്കൾ നമുക്കത് ഉദ്ധരിച്ചു തരുന്നുണ്ട്. അവിടുന്ന് ഒരു രോഗിയെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഒരു രോഗിയെ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയോ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഒരു രോഗിയെ സന്ദർശിക്കുകയോ അതല്ലെങ്കിൽ ഒരു രോഗിയെ പ്രവാചക സവിധത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടുന്ന് റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല, അവിടുന്ന് രോഗം ബാധിച്ച് വിഷമം ബാധിക്കുമ്പോൾ സ്വന്തം ശരീരത്തിന് അവിടുന്ന് റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ അവിടുത്തെ പത്നിമാരോടും മറ്റുള്ള സഹാബ വനിതകളോടും സഹാബികളോടുമൊക്കെ മറ്റുള്ളവർക്ക് റുഖിയ ചെയ്തു കൊടുക്കാൻ അവിടുന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു. ഹദീസിൽ നമുക്ക് കാണാം, റുഖിയ ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ച സഹാബികൾക്ക് അനുവാദം കൊടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിൽ അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റുഖിയ ചെയ്തു കൊടുത്തുവെന്നും ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോ അള്ളാഹുവിന്റെ റസൂല് ഇതിന് അനുവാദം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് സ്വഹാബാക്കൾ ചെയ്തു. ചോദിച്ചവർക്ക് അനുവാദം നൽകി, കൽപ്പന നൽകി, സ്വന്തം ചെയ്തു. അപ്പോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിമീങ്ങൾ അറിയേണ്ടത് തന്നെയാണ്, മറച്ചു വെക്കേണ്ടതല്ല എന്നർത്ഥം. ഇനി എങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്തത്? നിങ്ങൾ സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ അസ്ഹു കിതാബിൻ ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് തർക്കമറ്റ എല്ലാവരും ഐക്യകണ്ഠേന മുറുകെ പിടിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരിയിൽ നബി തങ്ങളുടെ ഹദീസ് വളരെ സൂക്ഷ്മതയോടുകൂടെ രേഖപ്പെടുത്തുകയും അത് മുസ്ലിം ലോകത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല തന്റെ ഗ്രന്ഥത്തിൽ അതാ ഒരു ചെറിയ ബാബ് രേഖപ്പെടുത്തുന്നു, ഒരധ്യായം. ഏതാണ് ആ അധ്യായം? ബാബു റുഖിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത റുഖിയയുടെ അധ്യായം. മനസ്സിലാക്കണം, നമ്മൾ നബിതങ്ങൾ ചെയ്ത റുഖിയ, റസൂല് ചെയ്ത ചികിത്സയുടെ അധ്യായമായി ഇമാം ബുഖാരി ഒരു അധ്യായം തന്നെ, ഒരു ചെറിയ ബാബ് തന്നെ രേഖപ്പെടുത്തുന്നു. ആ ബാബിൽ ഒന്നാമത്തെ ഹദീസാണ് ഞാൻ ആ ബാബിന്റെ നേരെ താഴെയുള്ള ആദ്യത്തെ ഹദീസ് ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിക്കട്ടെ. ഹദ്ദസനാ മുസദ്ദദുൻ ഹദ്ദസനാ അബ്ദുൽ വാരിസ് عن عبد العزيز بن صهيب رضي الله عنه قال دخلت أنا وثابت على أنس بن مالك فقال ثابت يا أبا حمزة اشتكيت فقال أنس ألا أرقيك برقية رسول الله صلى الله عليه وسلم. ഹദീസ് കേൾക്കണം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നു. അൻ അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുകയാണ്, ദഖൽതു അനാ വസാബിതുൻ അലാ അനസ് ഇബ്നു മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായ ഖാദിമുർ റസൂൽ, റസൂലിന്റെ സേവകനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാനും സാബിത്ത് റളിയല്ലാഹു അൻഹുവും ഒരിക്കൽ പ്രവേശിച്ചു, കടന്നു ചെന്നു. ഫഖാല സാബിത്തുൻ, അങ്ങനെ എന്റെ കൂടെയുള്ള സാബിത്ത് അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ അബാ ഹംസ, ഓ അബൂ ഹംസ. അനസ് ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ വിളിപ്പേരാണ്, ഇത് കുഞ്ഞത്താണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, യാ അബാ ഹംസ, അബൂ ഹംസേ, ഇഷ്തകൈതു, എനിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. ആരാ പറയുന്നത്? സാബിത്ത് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അപ്പൊ എന്താ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നോ? ഫഖാല അനസുൻ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്,
ഇനി പറയുന്ന വരി അടിവരയിട്ടോ, അലാ അർഖീക ബിറുഖിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ റുഖിയ കൊണ്ട് ഞാൻ നിന്നെ മന്ത്രിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രം കൊണ്ട് ഞാൻ നിന്നെ മന്ത്രിക്കട്ടെയോ? ഖാല, സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ബലാ, അതെ മന്ത്രിക്കണേ, റസൂലിന്റെ റുഖിയ കൊണ്ട് എന്നെ മന്ത്രിക്കും. ഏതായിരുന്നു റസൂലിന്റെ റുഖിയ? മനപ്പാടമാക്കിക്കോ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ റുഖിയ ചെയ്യുമ്പോൾ പറയാറുള്ള ദിക്ർ ഇതായിരുന്നു. ഏത്? അല്ലാഹുമ്മ റബ്ബന്നാസി മുദ്ഹിബൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. നമ്മള് ഹദീസ് സ്വീകരിക്കുന്ന ആളുകളാണ്. ഞാൻ ബുഖാരി അംഗീകരിക്കുന്ന ആളാണ്, ഞാൻ റുഖിയെ നിഷേധിക്കാത്ത ആളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന റസൂലുള്ള റുഖിയ ചെയ്ത മന്ത്രം എന്ന് പറഞ്ഞാന്ന് നമ്മളോട് പറഞ്ഞാലോ, അത് എനിക്കറിയില്ല, അത് ഞാൻ പഠിച്ചിട്ടില്ല. മന്ത്രമൊക്കെ ഞാൻ അംഗീകരിക്കും, റസൂലിന്റെ മന്ത്രം എന്ന് പറഞ്ഞ അത് നോക്കണം, ഞാൻ ഉസ്താദിനോട് ചോദിക്കട്ടെ. അത് പറ്റൂല, അത് പറ്റൂല. അതൊന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഏതാണ് ആ മന്ത്രം? നമ്മൾ പഠിക്കണം, പ്രാവർത്തികമാക്കണം. അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, മുദ്ഹിബൽ ബഅസ്, നീയാണല്ലോ രോഗത്തെ നീക്കിക്കളയുന്നത്, അതുകൊണ്ട് ഇഷ്ഫി, നീ ശമനം നൽകണേ. അൻത ശാഫി, നീയല്ലേ ശമനം നൽകുന്നവൻ. ലാ ശാഫിയ ഇല്ലാ അൻത, നിന്റെ ശമനമല്ലാതെ ശമനമില്ല, നീയല്ലാതെ ശമനം നൽകുന്നതായി ആരുമില്ല. അത് നിന്റെ ശമനത്തിന്റെ പ്രത്യേകത. ശിഫാഅൻ ലാ യുഗാദിറു സഖമാ, രോഗം അവശേഷിക്കാത്ത നിലക്കുള്ള ശമനം നീ നൽകണേ അല്ലാ. ഈ പ്രാർത്ഥനയായിരുന്നു, ഈ ദിക്റായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് രോഗം ബാധിക്കുമ്പോ നമുക്ക് റുഖിയ ചെയ്യാം. ആ റുഖിയയുടെ സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ട ദിക്ർ ഇതാണ്. ഒന്നും കൂടെ പറയാം. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇതെവിടെയുള്ളത്? സ്വഹീഹുൽ ബുഖാരിയിലാണുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതേതിന്റെ താഴെയാ ഉള്ളത്? അള്ളാഹുവിന്റെ റസൂല് ചെയ്ത റുഖിയ എന്ന് പറഞ്ഞിട്ട് അതാ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇനിയൊരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ രോഗിന്റെ അടുത്ത് ചെല്ലുമ്പോ ചില മര്യാദകളൊക്കെ ഉണ്ട്. രോഗിയെ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ കുറെ നേരം ഇരുന്നിട്ട് രോഗിയെ ശല്യപ്പെടുത്തലല്ല. പിന്നെയോ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് സമയം കുറക്കലാണ് നല്ലത്. രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോ കുറെ വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോരലുമല്ല. നിന്റെ നേതാവിന്റെ ചര്യ നീ മറന്നു കളയരുത്. അതെന്താണ്? രോഗശമന പ്രാർത്ഥന മാത്രമല്ല, നിനക്ക് തൊടാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ നീ രോഗിയെ മന്ത്രിച്ചിട്ട് വേണം പോരാൻ. ആരാ ഇത് പറഞ്ഞു തരുന്നത്? ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് തന്നെയാണ്. അതാ മുത്ത് നേതാവിന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാലത്ത് അവര് പറയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായിരുന്നു, യുഅവ്വിദു ബഅദഹും, അതേ സ്വഹാബിമാരിൽ ചില ആളുകളെ നബിതങ്ങൾ അവർക്ക് വേണ്ടി രക്ഷ ചോദിക്കാറുണ്ടായിരുന്നു, അതായത് മന്ത്രിക്കാറുണ്ടായിരുന്നു. എങ്ങനെയാ മന്ത്രിച്ചിരുന്നതെന്നോ? യംസഹുഹു ബിയമീനിഹി, വലത് കൈ കൊണ്ട് റസൂലുള്ള രോഗിയുടെ ശരീരത്തിൽ തടവും. രോഗിയുടെ അടുത്ത് ചെന്നാല് വലത് കൈ കൊണ്ട് രോഗിയുടെ ശരീരത്തിൽ തടവും. എന്നിട്ട് പറയും, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസി വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്ന ആ ദിക്ർ അവിടുന്ന് പറയുമായിരുന്നു. നേരത്തെ പറഞ്ഞ ദിക്റിൽ നിന്ന് അതേ സംഭവം തന്നെയാണ്. പക്ഷേ പദങ്ങളിൽ, ലഫ്ളുകളിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം.
നോക്കൂ നിങ്ങൾ, ഈ ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുകയാണെങ്കിലും അവിടുന്ന് പറയുമായിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ആയിഷ ബീവി പറയുകയാണ്, ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ മറ്റൊരു റിവായത്തും കൂടെ കേട്ടോ. ഇനി പറയുന്നത് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്നു, കേട്ടോ. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല്, കാന ഇദാ ആദ മരീളൻ, അവിടുന്ന് ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്തു ചെയ്യാറുണ്ടായിരുന്നെന്നോ, മസഹ വജ്ഹഹു, രോഗിയുടെ മുഖത്തിങ്ങനെ തടവിക്കൊടുക്കാറുണ്ടായിരുന്നു. വസ്വദ്റഹു, നെഞ്ചത്തും തടവാറുണ്ടായിരുന്നു. ഔ ഖാല, അതല്ലെങ്കിൽ ഇങ്ങനെയാ പറഞ്ഞത്, മസഹ അലാ സ്വദിരിഹി. ഹദീസ് ഉദ്ധരിച്ച റാവിക്ക് സംശയമാണ്, നെഞ്ചിൽ മാത്രമാണോ തടവിയത് അതല്ല മുഖത്താണോ തടവിയത്, സംശയമുണ്ട്. ഏതാണെങ്കിലും നെഞ്ചത്തും മുഖത്തും അവിടുന്ന് തടവുമായിരുന്നു. ഈ തടവുന്ന നേരം മുത്ത് റസൂൽ ഇങ്ങനെ പറയുമായിരുന്നു. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞിരുന്നത്? അദ്ഹിബിൽ ബൈസ റബ്ബന്നാസി വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. പല ഹദീസുകൾ വന്നപ്പോൾ ലഫ്ളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ലഫ്ള് നമ്മൾ പഠിച്ചാൽ മതി, ഏതെങ്കിലും ഒരു രൂപം നമ്മൾ പഠിക്കുക. ആദ്യം പറഞ്ഞ രൂപം തന്നെ പഠിച്ചോ, അത് സമ്പൂർണ്ണമാണ്. അതേതാ രൂപം? അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇനി അതല്ല, താഴെ പറഞ്ഞത് പഠിച്ചാലും മതി. ഏതെങ്കിലും ഒരു രൂപം നമ്മൾ പഠിച്ചു വെക്കുക. അള്ളാഹുവിന്റെ റസൂൽ സാധാരണ രോഗികളെ സന്ദർശിക്കുന്ന സമയങ്ങളിൽ ശരീരത്തിൽ മുഖത്തോ നെഞ്ചത്തോ തടവിക്കൊണ്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, നമ്മൾ എത്ര രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്? ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ലേ? സുന്നത്തല്ലേ? നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പഠിക്കണം, നമ്മളത് ചെയ്യണം. അതിലൊരു കുറവൊന്നും വേണ്ട. നമുക്ക് തൊടൽ അനുവദനീയമായ രോഗിയാണെങ്കിലാ പറയുന്നത്. അതായത് അന്യ സ്ത്രീകളല്ലാത്ത നമുക്ക് തൊടാൻ പറ്റുന്ന പുരുഷന്മാരാണ്, അതല്ലെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന നമ്മുടെ ബന്ധപ്പെട്ടവരാണെങ്കിൽ ശരീരത്തിൽ തടവിക്കൊണ്ട് ഇത് പ്രാർത്ഥിക്കണമെന്നാണ്. എന്നിട്ട് ആയിഷ ബീവി പറയുന്നത് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാ ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ഫലമ്മാ കാന മറദുഹു അല്ലദീ മാത ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കാരണമായ രോഗത്തിൽ കിടക്കുന്നു റസൂല്. അവിടുത്തേക്ക് രോഗം കലശമായിരിക്കുകയാണ്. ആ സമയത്തിൽ കൈപൊക്കാൻ വരെ റസൂലുള്ളാഹിക്ക് വയ്യ. ആ സന്ദർഭത്തിൽ ഞാൻ സൂറത്തുൽ ഫലഖുൻ നാസും ഓതി അവിടുത്തേക്ക് മന്ത്രിക്കാറുണ്ടായിരുന്നു. ആ സംഭവം ഞാൻ മുമ്പ് പറഞ്ഞു, ബുഖാരിയിലുള്ള. എന്നിട്ട് ഇങ്ങനെ പലതും മന്ത്രിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ജഅൽതു ആഖുദുഹു യദഹു, ഒരു തവണ ഞാൻ മുത്ത് നേതാവിന്റെ റസൂലുള്ളാഹിയുടെ കൈ ഞാൻ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് കൈ പിടിച്ചിട്ട് ലിയജഅലഹാ അലാ സ്വദിരിഹി, റസൂലിന്റെ കൈയെടുത്തിട്ട് നബിതങ്ങളുടെ നെഞ്ചത്ത് ഞാൻ വെക്കാൻ വേണ്ടി കൈവെക്കുകയും വഅഖൂലു ഹാദിഹിൽ മഖാല, ഈ വാചകം ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഏത്? അല്ലാഹുമ്മ അദ്ഹിബിൽ ബൈസ, അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന്നാസി മുദ്ഹിബിൽ ബൈസ. ഈ ഹദീസിൽ അദ്ഹിബിൽ ബൈസ റബ്ബന്നാസി എന്ന് തുടങ്ങുന്ന ദിക്ർ അത് ഞാൻ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ കൈകൊണ്ട് റസൂലുള്ളാഹിയുടെ കൈകളെ കൊണ്ട് തന്നെ അവിടുത്തെ നെഞ്ചത്ത് ഞാൻ തടവിക്കൊടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. പഴന്താ റസൂൽ ചെയ്തതെന്നോ, ഫൻതസഅ യദഹു മിൻ യദീ, എന്റെ കയ്യിൽ നിന്ന് റസൂലുള്ള കൈയങ്ങ് കൈ വലിച്ചൂരി, കൈ എടുത്തു റസൂലുള്ള. കാരണം അവിടുത്തെ സക്കറാത്തിന്റെ ഹാലാണ്, കൈ വലിക്കുകയാണ്. അങ്ങനെ അവസാനം റസൂലുള്ള പറഞ്ഞ വാചകം ഏതാണെന്നോ ആയിഷ ബീവി പറഞ്ഞു തരികയാണ്. വഖാല, അവിടുന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലാഹുമ്മ അദ്ഖിൽനി അർറഫീഖൽ അഅ്ലാ. ഈ വാചകമാണല്ലോ മുത്ത് നേതാവ് വഫാത്താകുന്ന നേരം അവസാനമായി പറഞ്ഞത്. ആയിഷ ബീവി പറയുന്നു, എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അദ്ഖിൽനി അർറഫീഖൽ അഅ്ലാ, അല്ലാഹുവേ എന്നെ ഉന്നതമായ ആ സ്വർഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണേ എന്ന്. എന്താ റഫീഖുൽ അഅ്ലാ എന്ന് പറഞ്ഞാല്?
വൽ മഖ്സൂദു ബിർറഫീഖിൽ അഅ്ലാ, റഫീഖുൽ അഅ്ലാ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മുറാഫഖത്തുൽ ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സാലിഹീന ഫീ അഅ്ലാ ജന്നാത്തിൻ നഈം, സ്വർഗ്ഗത്തിലെ ഉന്നത പദവിയിലുള്ള അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിലേക്ക്, അതേപോലെ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലേക്ക്, സ്വാലിഹീങ്ങളിലേക്ക്, അവരൊക്കെ വസിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് എന്നെയും ചേർക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടച്ചത്, വഫാത്തായത്. അപ്പൊ വഫാത്താകുന്ന ആ നേരത്ത് പോലും ആയിഷ ബീവി എന്താ ചെയ്തത്? നബി തങ്ങളുടെ കൈയെടുത്തിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് മന്ത്രിക്കാനാ ശ്രമിച്ചത്. പക്ഷേ കൈ എന്റെ കയ്യിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഊരിയെടുക്കുകയാണ് ചെയ്തത്. കാരണം സക്കറാത്തിന്റെ അവസ്ഥയിലായിരുന്നു. എന്താ മനസ്സിലായത്? ഇത്തരം ഘട്ടങ്ങളിലൊക്കെ മന്ത്രിക്കേണ്ട മന്ത്രമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രമാണിത്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് കേട്ടോ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു സംഭവം ആയിഷ ബീവി പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർകി ബിഹാദിഹി റുഖിയ, ഈ റുഖിയ കൊണ്ടായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ മന്ത്രിക്കാറുണ്ടായിരുന്നത്. ഏതാണത്? അദ്ഹിബിൽ ബൈസ റബ്ബൻ നാസി ബിയദിക ശിഫാഉ ലാ കാശിഫ ലഹു ഇല്ലാ അൻത. ഈ ദിക്റായിരുന്നു റസൂലുള്ള മന്ത്രിച്ചിരുന്ന ദിക്ർ. ഇതിന്റെ ഒക്കെ ഓരോ രൂപം നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാ. എല്ലാറ്റിന്റെയും ഓരോ രൂപം നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, പഠിക്കണം. അതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. അതല്ലാതെ ഇത് പറയുമ്പോൾ പല ആളുകൾക്കും ഈ ഇത്തരം വിഷയങ്ങളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ജനങ്ങൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടല്ലോ. അതിന്റെ പ്രാധാന്യം ഓർത്തുകൊണ്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇനി നോക്കൂ നിങ്ങൾ, രോഗം ബാധിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് നമുക്കൊരു തീ പൊള്ളി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഡോക്ടർമാരെ കാണിക്കുക, ചികിത്സിക്കുക, അനുവദനീയമായ ചികിത്സ നമ്മൾ ചെയ്യുക. അതിന്റെ കൂടെ നമുക്ക് എന്തു ചെയ്യാം? ഈ നിലക്കുള്ള റസൂലിന്റെ മന്ത്രം കൊണ്ട് മന്ത്രിക്കാം. എത്ര സംഭവങ്ങളാണ് എന്റെ സഹോദരന്മാരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹദീസുകളിൽ നിങ്ങൾ നോക്കൂ, ഒരു സംഭവം നിങ്ങളെ കേൾപ്പിക്കും.